ഒറിജിൻസ് കോക്ക് ഇഡ്ലി കടൈ. ഡയറക്ടർ ധനുഷ്. പ്രൊഡ്യൂസേഴ്സിൽ ഒരാളും ധനുഷാണ്. ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് GVP. ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആക്ഷൻ സീക്വൻസിലൊക്കെ നല്ല സ്കോർ കൊടുത്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ഒരു ഫോക്ക് ടച്ചുള്ള സോങ് ഉണ്ട്, ധനുഷാണ് പാടിയിട്ടുള്ളത്. അതിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫിയൊക്കെ നൈസായിരുന്നു. GVP വാസ് ഓവറോൾ ഗുഡ്. പക്ഷേ ഇതൊരു കണ്ണീർ സീരിയലാണ്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ സീരിയലുകളെ തോൽപ്പിക്കുന്ന വിധത്തിൽ, നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ മറ്റുള്ള പരിപാടികൾ ഞാൻ പറയാം. കഥാനായകൻ ധനുഷ് ചെയ്ത കഥാപാത്രം മുരുകൻ്റെ അപ്പൻ്റെ ഇഡ്ഡലിക്കടൈ. അതാണ് ഈ ഇഡ്ഡലിക്കടൈ. അപ്പനായിട്ട് ഒരു ടോക്സിക് ഫാദറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രാജ്കിരൺ. നിങ്ങൾക്കറിയാം, ഷൈലോക്കിൽ മമ്മൂക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. ഷൈലോക്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇഡ്ഡലിക്കടൈ നടത്താൻ വേണ്ടി 2 മണി നേരം ആട്ടും. എന്താട്ടും? ആട്ടുകല്ലിൽ മാവാട്ടും. അപ്പോൾ 2 മണി നേരം ആട്ടാൻ വേണ്ടി 3 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ഇയാൾ ഇഡ്ഡലിക്കടയിൽ പോവുക ചെയ്യുക. ഇഡ്ഡലിക്കട എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ഓല ഷെഡ്, ഒരു ഓലപ്പുര കൊണ്ട് കിട്ടിയിട്ടുള്ള, അന്ധകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള. അപ്പോൾ ഇത് അടയാളം, ഈ തമിഴന്മാരുടെ മെയിൻ സാധനമാണല്ലോ അടയാളം, ഐഡൻറ്റിറ്റി. ഇത് അവരുടെ അടയാളമാണ്, അതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളാണെങ്കിൽ ഒരു ടോക്സിക് ഫാദർ, അമ്മയും ഒരു ടോക്സിക് മദർ, അങ്ങനെ ടോക്സിക് പാരൻറ്റിങ്ങാണ്. മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് മറ്റേ ഇയാളുടെ പടത്തിൻ്റെ ശിവകാർത്തികേയൻ്റെ പടത്തിലുണ്ടായിരുന്നു സമുദ്രക്കനി ചെയ്ത കഥാപാത്രം ഡോണിൽ. ഇതിലും സമുദ്രക്കനി ഉണ്ട്, വേറൊരു വേട്ടാവളിയും കഥാപാത്രമായിട്ട്. അങ്ങനെ ഇയാൾ ഒന്നും റെനോവേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇയാൾക്ക് ആ അടയാളം വെച്ച് പഴമയെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർ ശരിക്കും ഉണ്ട്, റിയൽ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ അങ്ങനത്തെ AI-ലൊക്കെ ക്രിയേറ്റ് ചെയ്ത പഴയ ഓലപ്പുരയെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിക്കുള്ള പഴയ ഓലപ്പുരയെ കാണിച്ചു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ, അയ്യോ അതായിരുന്ന കാലം, നന്മയുടെ കാലം, അന്നത്തെ ഗ്രാമം, അന്നത്തെ പച്ചപ്പ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറേ കമൻസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോഴെല്ലാം പോയി നശിച്ചു, റോഡ് വന്നാൽ അത് ആ ഏരിയ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഗ്രൈൻഡർ വാങ്ങിക്കാൻ സമ്മതിക്കൂല. ഇയാൾക്ക് മറ്റേ ആട്ടുകല്ലിട്ട് ഇങ്ങനെ ആട്ടണം, പിന്നെ അത് 2 മണിക്കൂർ ആട്ടണം, പിന്നെ അമ്മിയിലേ അരയ്ക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. സിനിമയിൽ ആകെ കൊള്ളാവുന്ന കുറച്ച് വിഷ്വൽസും കുറച്ച് പരിപാടിയും ഒന്ന് സെറ്റായത് കുറച്ച് സമയം ബാങ്കോക്ക് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അരുൺ വിജയ്, ശാലിനി പാണ്ഡെ, സത്യരാജ്. അതിൽ അപ്പോഴും ഇയാൾ ഇഡ്ഡലി പാസം. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഇഡ്ഡലി ആലോചിച്ചിട്ട് ഇങ്ങനെ കരയും. അങ്ങനെ ഇതിൽ അരുൺ വിജയിൻ്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മൊണ്ണേഷ് കുമാർ വില്ലൻ, സത്യമായിട്ടും കോമഡി പീസ് വില്ലൻ. ഇദ്ദേഹത്തെ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? അത് പുള്ളിക്ക് കിട്ടു നടനാണല്ലോ പുള്ളി. അങ്ങനെ പുള്ളി ബാങ്കോക്കിൽ നിന്ന് ഈ കുഗ്രാമത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് മറ്റേ സുരാജ് ഉണ്ടല്ലോ, ദശമൂലം ദാമുവിന് അടി കിട്ടിയിട്ട് കൊണ്ടുപോകുന്നില്ലേ, അതുപോലെ ഇയാളുടെ അവസ്ഥ. മീശ മാധവനിലെ കൊച്ചി ഹനീഫയെ പോലെ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ആയിപ്പോയി. എന്നിട്ട് ഇങ്ങനെ കിടക്കുക അരുൺ വിജയ്. അയ്യയ്യോ. അതായത് മറ്റേ ശരിക്കുള്ള വിജയ് ഉണ്ടല്ലോ, ദളപതി വിജയ്, ആട്ടനായകൻ. ഇതിൽ വില്ലൻ അരുൺ വിജയ്, മാവാട്ടുന്ന വില്ലൻ. പാർത്ഥിവനുണ്ട് ഒരു പോലീസുകാരനായിട്ട്, സമുദ്രഖനിയെ നേരത്തെ പറഞ്ഞില്ലേ, എന്തോ ഒരു കഥാപാത്രം ആ നാട്ടിലുള്ള. പിന്നെ ഇളവരസ് ഉണ്ട് ഒരു അസിസ്റ്റൻ്റായിട്ട്. അങ്ങനെ ഇളവരസിൻ്റെ കോമഡിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നു പോകുന്നുണ്ട്. പിന്നെ നിത്യാമേനൻ ഉണ്ട്. നിത്യാമേനൻ ഇങ്ങനത്തെ റോൾസ് കണ്ട് മടുത്ത്, എസ്പെഷ്യലി ധനുഷിൻ്റെ കൂടെ. ലാസ്റ്റ് വിജയുടെ കൂടെയായിരുന്നു, വിജയ് സേതുപതിയുടെ കൂടെ. തലേവൻ തലേവിൽ അതിൽ ബൺ പൊറാട്ട, കൊത്തു പൊറാട്ട എല്ലാം കഴിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇതിനകത്ത് ധനുഷിൻ്റെ കൂടെ മാവാട്ടുന്നു. അതാണ് നിത്യാമേനൻ്റെ റോളെന്ന് പറയുന്നത്. അടയാളത്തിൻ്റെ ലെവലാലോചിച്ച് നോക്കണേ. ധനുഷ് ജനിച്ചു വീണത് എവിടെ അറിയോ? അമ്മിക്കല്ലിൻ്റെ മുകളിൽ. അമ്മിക്കല്ലിലാണ് അദ്ദേഹം ജനിച്ചു വീണത്. അപ്പോൾ അത്രയും എന്താണ് ഇവരുടെ ബന്ധം അടയാളമായിട്ട്. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മരണ വീട്. അതായത് അച്ഛൻ മരിക്കുന്നു, അച്ഛൻ്റെ 16 അമ്മ മരിക്കുന്നു. കാരണം അച്ഛൻ ഓൾറെഡി പ്രായമുള്ള ആളാണ്, കളവൻ. അപ്പം അദ്ദേഹം എന്തായാലും മരിക്കും, അതിൽ സ്പോയിലറൊന്നുമില്ല. നിന്നിൽ പ്രഡിക്ഷനൊന്നുമില്ല, കഥയൊന്നുമില്ല. ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടാലേ സംഭവം മനസ്സിലാവും. എന്നിട്ട് പിന്നെ അച്ഛൻ മരിക്കുന്നു, സെൻറ്റി പാട്ട്, കരച്ചിൽ, പിഴിച്ചിൽ. കഴിഞ്ഞ അപ്പം തന്നെ ഒരു 16 തോന്നുന്നു. അമ്മ മരിക്കുന്നു, വീണ്ടും സെൻറ്റി പാട്ട്, കരച്ചിൽ, പിഴിച്ചിൽ. ഇങ്ങനെ അതെല്ലാം കൂടെ. പിന്നെ ഈ അച്ഛൻ മരിച്ചതോടെ ശല്യം തീർന്ന് വിചാരിച്ച് പുള്ളിയുടെ മറ്റേ കവിത ചൊല്ലിലും ഡയലോഗ് അടി നോക്കുമ്പോൾ അതാ പിന്നെ പ്രേതമായിട്ട് വരുന്ന അച്ഛൻ. പിന്നെ അച്ഛൻ മറ്റേ പരുന്തായി മാറുന്നു. പിന്നെ അച്ഛൻ മറ്റേ പശുക്കുട്ടിയായി മാറുന്നു. അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ഒരു ഉണ്ട്, പശുക്കുട്ടീനെ ഇപ്പം വെട്ടുന്നു വിചാരിക്കും, പക്ഷെ വെട്ടൂല. പശുക്കുട്ടീനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. മാതാവിൻ്റെ ഇതാണ്, കുട്ടിയാണ് പശുക്കുട്ടി. അപ്പോൾ ഉറപ്പായിട്ടും മനുഷ്യന് എത്ര ബോധമില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ വെട്ടുന്നില്ല, പക്ഷെ വെട്ടാൻ നോക്കിയിട്ടുണ്ട്.
ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു വെട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ പക്ഷേ വെട്ടിയില്ല. ധനുഷിൻ്റെ അച്ഛൻ, പുള്ളി ഒരു പഴയകാല ഒരു മനുഷ്യനാണ്. പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി അങ്ങനെ ശീലിച്ച് വന്നതാണ്. ഇത് ഈ ധനുഷിൻ്റെ മുരുകൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ തലയ്ക്ക് ഓളാണോ? പുള്ളി നാട്ടിൽ നിന്ന് രാവിലെ മുതൽ എഴുന്നേറ്റിട്ട് അതേ സമയത്ത്, അതായത് അപ്പൻ എണീറ്റ് അതേ സമയത്ത് മോനെണീറ്റ് അപ്പനോടുള്ള സ്നേഹം കൊണ്ട് ആട്ടുക. ഉടനെ നിത്യാമേനോൻ ആട്ടല് മാവാട്ടൽ. എന്നിട്ടോ പുള്ളിയും ഗ്രൈൻഡർ വെക്കൂല. അതായത് ഇവർക്ക് ഇതൊന്നും പറ്റൂല. അവർക്ക് ഇങ്ങനെ ആട്ടി മറ്റേ ഇതൊക്കെ എങ്ങനെയായി എങ്ങനെയുള്ള വേറൊരു കഥാപാത്രം ഉണ്ടായി. ധനുഷിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, ഭൂലോക ഊടായ്പ കഥാപാത്രം പെരിയോർ. അത് ധനുഷിൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു കളവൻ. പുള്ളി ഡെയിലി രാവിലെ വന്ന് ഇഡ്ഡലി ആവുന്നതിന് മുൻപേ അവിടെ വന്നിട്ട് ഡെയിലി ഇഡ്ഡലി സാപ്പിടും, ഓസിന് സാപ്പിടും. എന്നിട്ട് പുള്ളി പൈസ കൊടുക്കണ്ടല്ലോ, അപ്പോൾ രാവിലെ വന്ന് സെൻറ്റി അടിക്കുക. അങ്ങനെ പുള്ളിയുടെ സെൻറ്റി സഹിക്കണം. പുള്ളി കരഞ്ഞ് കണ്ണീരൊക്കെ ഇഡ്ഡലിയിൽ വീണ് പുള്ളി മൊത്തം സെൻറ്റി ഡെയിലി ഇഡ്ഡലി കഴിക്കാൻ വരിക കരയുക, ഇഡ്ഡലി കഴിക്കാൻ വരിക കരയുക. പെരിയോർ ലാസ്റ്റ് ടു ബി ഫ്രാങ്ക് സത്യം പറയാലോ, ഈ സാധനത്തിന് അങ്ങ് തീപിടിച്ചാണോ തീട്ടതാണോ മൊത്തം സിനിമ നിങ്ങൾ കണ്ട് അറിയാം. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ആദ്യം ഓലപ്പരയ്ക്ക് തീ കൊടുക്കണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആൾക്കാർ, എന്നിട്ടും ഇപ്പോഴും കാണാതെ ഇങ്ങനത്തെ ആൾക്കാരെ പണ്ടത്തെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. അതിന് പണ്ടത്തെ കാര്യം ഇതിന് എപ്പോഴും ഇനി 100 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇത് വേണമെന്ന് പറഞ്ഞാൽ അന്നേരമുള്ള ആൾക്കാർ വരുമോ? എന്തൊക്കെ തരം ആൾക്കാരാണ്. അത് ധനുഷ് യുവ കഥാപാത്രമായിട്ട് എങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. ഒരു നന്മയോളിയും പോരാട്ട അഹിംസാവാദി നന്മയോളി, പക്ഷെ അമ്മാവൻ മൈൻഡ്. അപ്പോൾ ഇതാണ് സുഡ എഡ്ലി പാസ. സുഡ എഡ്ലി. സുഡ ഇഡ്ഡലി പാസ്.